ആലപ്പുഴ പുന്നപ്പുറ വടക്കലിൽ അമ്മയുടെ ആൺസുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കിരണനും മാതാപിതാക്കൾക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസ്. കിരണനും അച്ഛൻ കുഞ്ഞുമോനും അമ്മ അശ്വമ്മയ്ക്കുമെതിരെയാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തത്. കൊലപാതകം ആസൂത്രിതമാണ്. അമ്മയുടെ ഫോണിലേക്ക് വന്ന മെസ്സേജിൽ നിന്നായിരുന്നു ദിനേശൻ വീട്ടിലേക്ക് വരുമെന്ന് കിരൺ അറിഞ്ഞത്. കൊല്ലപ്പെട്ട ദിനേശനോടുള്ള വർഷങ്ങൾ നീണ്ട പകയായിരുന്നു ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. 4 വർഷം മുന്നേ ദിനേശൻ കിരണിനെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന് നിയമ നടപടികളിലേക്ക് കിരൺ കടന്നിരുന്നില്ല. കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും ദിനേശൻ വീട്ടിൽ വന്നതിനെ ചൊല്ലി ഇരുവരും സംഘർഷമുണ്ടായി. മുമ്പും ദിനേശനെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തി. പിന്നെ വീടിന് പിന്നിൽ വൈദ്യുത കമ്പി കെട്ടി കെണി ഒരുക്കിയായിരുന്നു ദിനേശനെ കൊലപ്പെടുത്തിയത്. കൊല ചെയ്യുന്നതിന് മാതാപിതാക്കളുടെ സഹായം ലഭിച്ചതായും വിവരമുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 6:30യോടെയാണ് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 15-ാം വാർഡിൽ കണ്ണങ്കാട്ട് വെളിയിൽ ദിനേശനെ 53 വയസ്സുണ്ട് വീടിന് കിഴക്കുവശത്തുള്ള വിജനമായ വിരിപ്പ് പാടശേഖരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിച്ചുള്ള കൊലപാതകമാണെന്ന് കണ്ടെത്തി. അപ്പം അതിനുമായിട്ട് അങ്ങനെയൊരു വഴക്കും വെട്ടും ഒക്കെ ഉള്ളപ്പോൾ അവരതൊക്കെ നിർത്തേണ്ടതായിരുന്നു. അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് അത് നിർത്താനുള്ള സാഹചര്യം ഒന്നും ഉണ്ടാവുകയില്ലായിരിക്കും. ചിലപ്പോൾ ഇയാൾ വലിയ കുണ്ടയോ അല്ലെങ്കിൽ തല്ലുകാരനോ അടിപിടിക്കാരനൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെട്ടുക അല്ലെങ്കിൽ കുത്തുക ഇങ്ങനെയുള്ള പരിപാടി നടക്കുമോ? ഈ തള്ളയൊക്കെ നല്ലപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു ഇതാക്കി നിർത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇയാളെ ഇങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ മകൻ്റെ കൂടെ നിൽക്കാനൊക്കെ ചിലപ്പോൾ ഇയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അച്ഛനും അമ്മയും എല്ലാം ഒരുമിച്ച് ഇയാളെ തീർത്താലേ ഇയാളിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടാവും. എന്തായാലും നല്ല കാര്യമല്ല നടന്നത്. ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്. ചില ബന്ധങ്ങളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊക്കെ ഊരുക അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല. അത് മുതിർന്നവർക്കായാലും ചെറുപ്പക്കാർക്കായാലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടുപോയിട്ടുണ്ടാവും ഈ ചെറുപ്പക്കാരൻ്റെ അമ്മയും. അപ്പോൾ ഇയാളെ കൊല്ലുക അല്ലാതെ വേറെ വഴി ഉണ്ടായിരിക്കുകയല്ല. അപ്പോൾ അടിയുണ്ടാക്കുമ്പോൾ വെട്ടുക കുത്തുക അങ്ങനെയൊക്കെ ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് കൊല്ലപ്പെട്ട ദിനേശൻ.